ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഫാറ ഫൺ വ്ളോഗ്. അപ്പം ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നമ്മളിന്ന് ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം നമ്മളൊരു സ്പെഷ്യൽ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് ഞങ്ങൾ മന്തി ഉണ്ടാക്കുന്നുണ്ട്. സോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ട് പോയാലോ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ ഇതാ നമ്മുടെ മന്തിയുടെ മസാല ഉണ്ടാക്കുകയാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? കുരുമുളക്, പട്ട, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, 2 ജീരകം ഉണ്ട്, വലിയ ജീരകം, ഏലക്കായ, കരമ്പൂവ് ഒക്കെ ഇടുവാ എന്തടത്ത് ഇട്ടാ. ഇതിങ്ങനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഇടുക. നല്ല തീ കുറയണം. നല്ല ഫ്ലെയിം കുറച്ചിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ മുളകും പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതാണ് മന്തി മസാല. മസാല വേറെ ഉണ്ട് ഇവിടെ. ഇതൊന്ന് നന്നായി പൊടികളൊക്കെ വഴറ്റിയെടുക്കുക. ഫ്രണ്ട്സ്, എനിക്ക് ഇമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം മന്തിയാണ് കേട്ടോ. ഉമ്മാൻ്റെ മന്തിക്ക് നല്ല ഇഷ്ടമാണ്. നോമ്പിനൊരു വട്ടം മന്തി ഉണ്ടാക്കിയിട്ട് ഞാൻ കുറേ തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനൊരു കണക്കുണ്ടായിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മന്തി. ഈ ഉണ്ടാക്കുന്ന മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു മന്തി വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലോട്ടിപ്പോൾ എന്തൊക്കെ ഇട്ടു? വലിയ ഒരു ഉള്ളിയുടെ കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമുക്ക് മല്ലിച്ചപ്പ് കുറച്ചിടണം. കുറച്ച് മല്ലിച്ചപ്പ് ഇടണം. മല്ലിച്ചപ്പ് ഇടാട്ടോ ഇനി കുറച്ച്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മസാലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇതേപോലെ തന്നെ ഞങ്ങളൊരു ഫിഷിൻ്റെ വീഡിയോ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. മൈക്ക് പിന്നെ പകുതി വീഡിയോ ശബ്ദമുണ്ട്, പകുതി വീഡിയോ ശബ്ദമില്ല. പിന്നെ ലാസ്റ്റിക്ക് വെച്ചിട്ട് അവിടുത്തെ ആ വീഡിയോസും ശബ്ദമുണ്ട്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതെനിക്ക് ഷോർട്സൊക്കെ ആക്കേണ്ടി വന്നു. ലോങ് വീഡിയോ നല്ല വീഡിയോ ആയിരുന്നു അത്. പക്ഷെ അത് എന്താ ചെയ്യുക, ഇടാൻ പറ്റിയില്ല. അതങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്തി വീഡിയോ തിരിച്ചു പിടിക്കുകയാണ് ഞാൻ. ഇതൊക്കെ ഇനി എന്താ, ചെറുനാരങ്ങ നീരൊഴിച്ച് വെക്കൂ അല്ലേ ഫ്രണ്ട്സ്? ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് അവിടെ നിന്ന് കുക്കിംഗ് അല്ലേ. എന്ത് പറയുന്നു, ഇന്ന് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ലല്ലോ. ഇതെല്ലാം എൻ്റെ ആള് ഞാനതിൻ്റെയും ഫോട്ടോക്കെ വെച്ചിട്ടിട്ടുണ്ടേ. മദേഴ്സ് ഡേ, ഹാപ്പി മദേഴ്സ് ഡേ. ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളെന്താ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്? ഇതിൽക്കിനി തൈര് ആഡ് ചെയ്യാം. തൈരല്ല, കേർഡ്. ഓക്കെ, യോഗേർട്ട് അത് വേറെ. തൈര് ആഡ് ചെയ്യാം. ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. എന്താ ആഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെ, നമ്മൾ മറ്റേ ഇതിലല്ലോ മന്തി മസാല, വേറെ ഇതാണ് മന്തി മസാല. നമ്മളടുത്തുള്ള എന്താ ഫാമിൻ്റെ അതും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇട്ടോ മസാലയുണ്ട് നമ്മളെടുത്ത്. കൂടിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കും. ഇത് പെരിപ്പരി ഇല്ലേ? അൽഫാമ? അൽഫാമ. ഓക്കെ. എന്താണ്? ഒരു മാഗി ക്യൂബിൻ്റെ മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ല മാഗി ക്യൂബ്. ഞാൻ ഇട്ടിട്ട് അരച്ചെടുക്കുക. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ക്യാപ്സിക്കം അരയാണ് കേട്ടോ. ആ പണി കിട്ടി. നല്ല കുനുകുനാന്നാക്കിയിട്ട് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാൻ പറഞ്ഞോട്. അപ്പം ഉമ്മ അവിടെ മറ്റേ മസാല അരക്കുകയാണ്. ഇപ്പോൾ ഒച്ച കേൾക്കില്ലല്ലോ. ഉമ്മ ഇപ്പം നിർത്തിയിട്ട് റഫാന അവിടെ നോക്കാൻ പോയതാണ്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ചലഞ്ച് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ചിലപ്പം ചലഞ്ച് വീഡിയോൻ്റെ മുന്നേ ആവും ഈ വീഡിയോ ഇടുക, അല്ലെങ്കിൽ ചലഞ്ച് വീഡിയോ ഇട്ടതിന് ശേഷമാവും ഈ വീഡിയോ. ഞാൻ ഈ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ മിക്സി അടിക്കണോണ്ട് തന്നെ ഇതിൻ്റെ ഒത്ത ചിലപ്പം കേക്ക് ഉണ്ടാവുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ട് വരഞ്ഞ് മസാല ഒക്കെ തേച്ച് കൊടുക്കാൻ പോവാണ്. ഇതുണ്ട് ഇതേപോലെ നന്നായിട്ട് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുണ്ടാവും. മന്തി ഉണ്ടാക്കാനൊക്കെ ഇപ്പം അങ്ങനെ എല്ലാവരും മന്തിയൊക്കെ ഉണ്ടാക്കണമാണല്ലോ. എന്നാലും ഞങ്ങളേതായ ഒരു രീതി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ അല്ലേ മദർ? അല്ലേ? അതെ. റഫാൻ അവിടെ എന്തിൻ്റെ അടുപ്പാണ്? അൽഫാം ഉണ്ടാക്കുക ഇപ്പൊ തന്നെ അടുപ്പാക്കി വെക്കാൻ. റഫാൻ അടുപ്പുണ്ടാക്കണ്ടേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമുക്കിനി
ഇതിൽ മസാല തേച്ച് കൊടുത്തിട്ട് ചിക്കന് മസാല തേച്ച് കൊടുക്കാം. ഫ്രണ്ട്സ് ഞാനിതാ ഇവിടെ ക്യാപ്സിക്കം അരിയുന്നുണ്ട്. കളർ ചേർക്കാം. അതെ, പക്ഷേ ഞങ്ങൾ കുറച്ച് ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് കളറൊന്നും കൂട്ടിയിട്ടില്ല എന്നല്ലേ. അതെ, ഇതാ ഞാനിവിടെ ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. പുതിയ കട്ടിംഗ് ബോർഡാണ്. ക്യാപ്സിക്കം അരിയാണ്, ഫുള്ളായിട്ടില്ല. ഇനി ഇതാ ഇത്രയും കൂടി അരിയാണ്ട്. എന്നിട്ട് ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഇനി ഇതിലോട്ട് തന്തൂരി മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇതാ തന്തൂരി മസാല. ഞങ്ങൾ ഇനി ഇതിലോട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ റഫാൻ്റെ കഷ്ടപ്പാടാണ് നമ്മൾ കാണാൻ പോകുന്നത്. റഫാൻ്റെ കഷ്ടപ്പാട്. റഫാൻ എന്താ അവിടെ കാട്ടണ്? അന്നത്തെ മാതിരി വീണ്ടും കല്ലൊക്കെ അവിടെ കിടന്ന് ഇങ്ങോട്ടേ ഇട്ടു. അപ്പൊ ചിരട്ട ഇനി 1 2 3 4 5 5 കുറെ വരാൻ ചിരട്ട വെച്ചിട്ട് കനലുണ്ടാക്കുക, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇനി ഇതാക്കിയതിന് ശേഷം ഉമ്മ അവിടെ മസാല ഒക്കെ പറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ റെഡിയാക്കുക. ഇനി അപ്പം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, റഫാനക്ക് നല്ല മുട്ടൻ പണീനെ കിട്ടി. നല്ല രസമുണ്ട്, നല്ല രസം ഉണ്ട്, നല്ല മുട്ടൻ പണിയാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫയർ ക്യാമ്പ് ഫയർ ഇതിന്റെ അടുത്തേക്ക് നിൽക്കാൻ വയ്യ, നല്ല ചൂടുണ്ട്. സ്പീക്കർ ഇട്ടാ പോലെ ശബ്ദം ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് നിൽക്കാൻ വയ്യ. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ടാൻ അടിച്ച് കരിഞ്ഞിപ്പോൾ കരിവാപ്പിലയായി പോകും. അതിൻ്റെ അത്രയ്ക്ക് ചൂടുണ്ട്. ഞാൻ വിട്ടിട്ടാണ് നിൽക്കണം, എന്നാലും നല്ല ചൂടാണ്. എനിക്ക് പിന്നെ അതൊക്കെ ശീലമായിക്കണു അല്ലേ. ഞാൻ പണ്ടേ അപ്പം ഉമ്മ കുളിച്ചിട്ട് വേണം കോഴി വെക്കാൻ, ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം റഫാൻ ഇവിടെ കനലൊക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ പരത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഓനക്ക് പിന്നെ ഇതൊക്കെ ശീലമാണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പണിയൊന്നും ശീലമില്ലാത്തോണ്ടേ നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോക്കില്ല. ഇനി അപ്പോൾ നമ്മൾ ചിക്കൻ ചുടുകയാണ്. ഞാൻ മാറിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ അടുത്ത പരിപാടി ചുടുക, അത് കഴിഞ്ഞാൽ ദമ്മിടുക, അത് കഴിഞ്ഞാൽ വെട്ടിയടിക്കുക. ഇനി വളരെ മിനിമൽ പരിപാടിയുള്ളേ. അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ചുടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ തകർപ്പനായി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ചിക്കൻ ഇനി വെക്കണോ വേണ്ടതെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. റഫാന് വേണമെങ്കിൽ ഇവിടെ അത് വെക്ക് ഇത് വെക്ക് പറഞ്ഞ് ഉമ്മാക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അത്ര പണിയുള്ളൂ. ഇവിടെ തകർപ്പനായി ഇവിടെ ചിക്കൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് മസാല ഇങ്ങനെ ആക്കി കൊടുക്കാൻ പോവാണ്. നമ്മളിനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. അതെ, സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. റഫാൻ ഇവിടെ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് റൈസിനുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ അതിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഓയിലിൽ. പിന്നെ നമുക്ക് കുറച്ച് എന്താണത് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് ക്യാപ്സിക്കം അല്ലടേന്ന് ഇതൊന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്കിനി കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യണം. ഫ്രണ്ട്സ് ഇവിടെ അതാ ഞാനും മീൻ കൂടിയിട്ട് നോക്കൂ അതാ മസാല ഇടാണ്. നമ്മൾ ഇതിലോട്ട് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതെ, നല്ല ടേസ്റ്റാണ് മാഗി ക്യൂബ്. അത് ഉടയ്ക്കൂലേ? ചിക്കനിലും ഇതിലൊക്കെ ഉപ്പില്ലേ? പൊട്ടുണ്ട്, സൂക്ഷിച്ചും കണ്ടും എടുത്ത് നിൽക്കണം അല്ലേ. ഉമ്മ ഇവിടെ ഭയങ്കര പണിയില്ലോ. ക്യാപ്സിക്കം അടുത്തത് നമ്മൾ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തൊട്ട് ഡ്രൈ ലെമണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റാണ് ചോറിന്. പിന്നെ നല്ല സോഫ്റ്റ് ആവും, പിന്നെ നല്ല ടേസ്റ്റാണ്. ഈ ക്യാപ്സിക്കം മന്തിത്തെ ക്യാപ്സിക്കം എന്ന് വെച്ചാൽ വായിൽ വെച്ച് അരിഞ്ഞ് പോണ സൈസ് ആവുമല്ലോ. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പെർഫെക്റ്റ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇവിടെ ഇപ്പോൾ ടോട്ടൽ 2 സ്മെല്ലാണ്. ഒന്ന് പുറത്തേക്ക് നിന്നാൽ നല്ല അൽഫാമിൻ്റെ സ്മെല്ല്, ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഉമ്മ പോയി ചെയ്യുന്നതിൻ്റെ സ്പൈസസിൻ്റെ സ്മെല്ല്. ഇങ്ങനെ ഇപ്പോൾ 2 സ്മെല്ലായിട്ടാണ് ഈ വീഡിയോ നിൽക്കുന്നത്. അൽഫാമിൻ്റെ സ്മെല്ല് എടുത്ത് പറയാം, അടിപൊളി സ്മെല്ലാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വരും, അത്രയ്ക്ക് അടിപൊളി സ്മെല്ല്. ഉമ്മാൻ്റെ ഇവിടുത്തെ മറ്റേ ഈ സ്പൈസസിൻ്റെ വറുക്കുന്നതിൻ്റെ ഒരു സ്മെല്ലും കൂടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ 2 സ്മെല്ലുണ്ട് ഈ കിച്ചണിൽ ടോട്ടൽ. ഇതിലോട്ട് ഇനി നമ്മുടെ കുറച്ച് മസാല ഇല്ലേ, നമ്മുടെ ചിക്കനിൽ തേച്ച മസാല കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ആ റൈസിലും കൂടിയിട്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റഫാനെ ഉണ്ടോ, ഓനെ പണിയാണ് ഇപ്പോഴത്തെ പുതിയ പണി, സാഹസികമായ പണി. ചിക്കൻ ഞെട്ടുക,
ചിക്കൻ ചുടണതിൻ്റെ കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റില്ലേ ഇവിടെ നിൽക്കാൻ വയ്യ. എങ്ങനെ കുട്ടി ഇവിടെ നിൽക്കണേ? നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മറ്റേ ഈ ഗ്രേവി ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ടിട്ട് ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ വെച്ചെടുക്കുന്നത്. ഇതിന് നമ്മുടെ ചിക്കൻ പീസസിന് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലൊക്കെ ഇട്ട് റെഡിയാക്കി ചിക്കൻ പീസസ് പെരി പെരി അൽഫാം അല്ലേ. നമ്മൾ ഇതിലോട്ട് കനൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെന്താ പറയുക ദമ്മിടാണ്. ഈ ഒരു ആവിയിൽ ദമ്മിടാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നിർണായക സമയത്തിലോട്ട് പോവുകയാണ്. നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2 മണി ആവാനായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമുക്കിതാ നല്ല ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. പിന്നെ നല്ല ചട്നി വയ്ക്കുക. സലാഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് അടിപൊളി.